ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഈ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഹെൻറി വേർഡ്സ്വർത്ത് ലാംഗ്ഫെല്ലോ എഴുതിയ സക്സസ് എന്ന പോയത്തിൻ്റെ സമ്മറിയാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നായിട്ട് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഒപ്പം ഈ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്തെടുക്കുക. അപ്പോൾ നമുക്കൊട്ട് ലേറ്റ് ആക്കാതെ തന്നെ നമ്മുടെ വീഡിയോയിലേക്ക് എടുക്കാം. ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസ. വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ, but we have feet to scale and climb, by slow degrees, by more and more, the cloudy summits of our time. ഇവിടെ എന്താണ് പറയുന്നത്? വി ഹാവ് നോട്ട് വിങ്സ്, വി കനോട്ട് സോർ. ആദ്യത്തെ ലൈനിൽ പറയുന്നത് നമ്മൾക്ക് എന്തില്ല, ചിറകുകളില്ല, അതുകൊണ്ട് തന്നെ നമുക്ക് മുകളിലേക്ക് പറക്കുവാനും സാധിക്കില്ല. പറക്കാൻ കഴിയുന്നില്ല എന്നതുകൊണ്ട് പോയിട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നില്ല എന്നാണ്. പക്ഷെ നമുക്ക് എന്തുണ്ട്? കാലുകൾ ഉപയോഗിച്ച് പതുക്കെ ഓരോ സ്റ്റെപ്പ് വച്ച് മുകളിലേക്ക് നമുക്ക് പോകാൻ കഴിയും. അങ്ങനെ പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യണം. നമ്മൾ നല്ല പോലെ പരിശ്രമിക്കണം. പരിശ്രമമില്ലാതെ വിജയത്തിലേക്ക് എത്താൻ സാധിക്കില്ല. വിജയം എന്നത് പെട്ടെന്നുണ്ടാവുന്നതല്ല, കുറേ നാളത്തെ കഷ്ടപ്പാടിനൊടുവിൽ വന്നു ചേരുന്നതാണ് സക്സസ്. നമ്മുടെ സക്സസ് ഉണ്ടാവുന്നത് സ്ലോ ആയിട്ടാണ്. വളരെ പതുക്കെയാണ് വിജയം ഉണ്ടാകുന്നത്. ഉയരത്തിലേക്കുള്ള യാത്രകൾ എന്തായിരിക്കും? ക്ലൗഡി ആയിരിക്കും. വിജയത്തിലേക്ക് മുന്നേറുമ്പോൾ ക്ലൗഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഒരുപാട് തടസ്സങ്ങൾ ഉണ്ടാവും അല്ലേ? നമ്മൾ വിജയത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഒരുപാട് തടസ്സങ്ങൾ നമ്മൾ മുന്നിൽ നേരിടും. അതിനെയൊക്കെ അതിജീവിച്ച് അതിനോടൊക്കെ പോരാടിയാൽ മാത്രമേ നമുക്ക് എന്തുണ്ടാവൂ? വിജയം ഉണ്ടാകൂ. സെക്കൻഡ് സ്റ്റാൻസ. ദ മൈറ്റി പിരമിഡ്സ് ഓഫ് സ്റ്റോൺ ദാറ്റ് വെഡ്ജ് ലൈക്ക് ക്ലീവ് ദ ഡെസേർട്ട് എയേഴ്സ്, വെൻ നിയറർ സീൻ ആൻഡ് ബെറ്റർ നോൺ, ആർ ബട്ട് ജൈജാൻറ്റിക് ഫ്ലൈറ്റ്സ് ഓഫ് സ്റ്റെയേഴ്സ്. ഇവിടെ പറയുന്നത് സ്റ്റോൺ കൊണ്ടുണ്ടാക്കിയ നല്ല ഉറപ്പുള്ള, നല്ല ഹൈറ്റുള്ള പിരമിഡുകൾ കാണാൻ സാധിക്കുന്നു എന്നാണ്. നമ്മൾ നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള യാത്രയിൽ ഉറപ്പുള്ള കല്ലുകൾ കൊണ്ടുണ്ടാക്കിയ പിരമിഡ് കാണാൻ കഴിയുമെന്നാണ് പോയറ്റ് പറയുന്നത്. പിരമിഡിൻ്റെ ഷേപ്പിനെയാണ് ഇനി പറയുന്നത്. പിരമിഡിൻ്റെ ഷേപ്പ് എങ്ങനെയുള്ളതാണ്? മരത്തിൻ്റെ ഇടയിൽ അടിച്ചു കയറ്റിയ ആപ്പിൻ്റെ ഷേപ്പാണ്. പിരമിഡ് ഡെസേർട്ടിലെ എയറിനെയൊക്കെ ക്ലീവ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതായത് ഡെസേർട്ടിലെ കാറ്റിനെ വകഞ്ഞ് മാറ്റുന്നുണ്ട് പിരമിഡ്. ആ പിരമിഡിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് ഞാൻ പിരമിഡിനെ പറ്റി കൂടുതലായും മനസ്സിലാക്കിയത്. പക്ഷേ അതിൻ്റെ അടുത്തെത്തിയപ്പോഴാണ് പിരമിഡ് എന്തുമാത്രം വലുതാണെന്നും മുന്നോട്ട് നടക്കാൻ ധാരാളം സ്റ്റെപ്പുകളുണ്ടെന്നും മനസ്സിലായത്. Third stanza. The distant mountains that appear their solid bastions to the skies are crossed by pathways that appear as we to higher levels rise. നമ്മൾ ലക്ഷ്യത്തിലേക്ക് നടക്കുന്ന സമയത്ത് ദൂരെയുള്ള മൗണ്ടെയിൻസ് നമുക്ക് കാണാം. ദൂരെ നിന്ന് നോക്കുന്നത് കൊണ്ട് തന്നെ മൗണ്ടെയിൻസ് ആകാശത്തേക്ക് ടച്ച് ചെയ്ത് നിൽക്കുന്നത് പോലെയാണ് തോന്നുന്നത്. നമ്മൾ നമ്മുടെ ആഗ്രഹത്തിന് പിന്നാലെ പോകുമ്പോഴാണ് നമുക്ക് മുന്നിൽ കുറേ വഴികളുണ്ടെന്ന് കാണുന്നത്. വിജയത്തിലേക്ക് പോകുമ്പോൾ നമുക്ക് മുന്നിൽ ചലഞ്ചസ് ഉണ്ടാകുമല്ലോ, അതൊക്കെ നേരിട്ട് തരണം ചെയ്ത് പോകുമ്പോഴാണ് സക്സസ് ഉണ്ടാകുന്നത്. ലാസ്റ്റ് സ്റ്റാൻസ. ദ ഹൈറ്റ്സ് ബൈ ഗ്രേറ്റ് men reached and kept were not attained by sudden flight, but they, while their companions slept, were toiling upward in the night. സക്സസ്സിലേക്ക് എത്തിയ ഏതൊരു ഗ്രേറ്റ് മാനും പെട്ടെന്ന് വിജയത്തിലേക്ക് എത്തിയവരല്ല. അത് ഒരൊറ്റ പറക്കൽ കൊണ്ട് എത്തിയവരല്ല. ആദ്യത്തെ സ്റ്റാൻസയിൽ പറഞ്ഞതുപോലെ മനുഷ്യന്മാർക്ക് എന്തില്ല? ചിറകില്ല അല്ലേ? അതുകൊണ്ട് തന്നെ അവർക്ക് ഒറ്റ കുതിപ്പിൽ മുകളിലേക്ക്, അതായത് വിജയത്തിലേക്ക് എത്താനും സാധിക്കില്ല. പതുക്കെ ഗ്രാജ്വലി മാത്രമേ വിജയത്തിലേക്ക് അവരെത്തുകയുള്ളൂ. പക്ഷേ സക്സസ്സിലെത്തിയ ആളുകളുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ, അവരൊക്കെ ഉറങ്ങുന്ന സമയത്തും സക്സസ് ആഗ്രഹിച്ചിട്ട് നിൽക്കുന്ന ഒരു വ്യക്തി എന്താണ് ചെയ്യുന്നത്? ഹാർഡ് വർക്ക് ചെയ്യുകയാണ്. രാത്രി പോലും ഉറങ്ങാതെ ലക്ഷ്യത്തിന് വേണ്ടി
പരിശ്രമിക്കുകയാണ് ചെയ്യുന്നത്. നമുക്കെല്ലാവർക്കും ആഗ്രഹങ്ങളുണ്ട്, പക്ഷേ അത്രയും ആ ആഗ്രഹങ്ങളിലേക്ക് എത്തണമെന്ന് അത്രയും തീവ്രമായി ആഗ്രഹിച്ച് അതിനു വേണ്ടി പരിശ്രമിക്കുന്ന ആൾക്കാർ മാത്രമേ എന്തിലെത്തുന്നുള്ളൂ? സക്സസ്സിലേക്ക് എത്തുന്നുള്ളൂ. അവർ കാലാകാലങ്ങളായി അവരുടെ സക്സസ്സിന് വേണ്ടി പരിശ്രമിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ റിസൾട്ട് എന്തായാലും അവർക്ക് കിട്ടും. ആ ഒരു സക്സസ് അവർ നേടിയിരിക്കും.